ഞാൻ എൻ്റെ കുട്ടിയെയും കൊണ്ട്, ഈ ദുഷ്ടനെ പേടിച്ച്. ഒക്കെ ഞാനായിട്ട് തന്നെ തുടങ്ങി വെച്ചതാ. വകയിലേതോ ഒരു അനന്തരവൻ. എന്നിട്ടും ആവശ്യത്തിൽ കൂടുതൽ സ്നേഹിച്ചു, സ്വാതന്ത്ര്യം കൊടുത്തു. ബോംബെയിലായിരുന്നു അവൻ. ഒരു കച്ചേരിക്ക് പോയപ്പോഴാ വലുതായ ശേഷം ഞാൻ അവനെ കാണുന്നത്. ആകെ കടത്തിൽ മുങ്ങി ജീവിതം തന്നെ കൈവിട്ടുപോയ സമയത്ത് സഹായവുമായി വന്നപ്പോൾ വിശ്വസിച്ചുപോയി. അവൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ വിശ്വസിച്ചു. ഒടുക്കം എല്ലാറ്റിനും പകരമായി എൻ്റെ മോളെ അവന് വേണമെന്ന് പറഞ്ഞപ്പോൾ എതിർക്കേണ്ടി വന്നു. അതോടെ വൈരാഗ്യമായി, ഉപദ്രവമായി. ഇല്ല, എൻ്റെ മോളെ ഞാൻ അവന് കൊടുക്കില്ല. ചെറുപ്പം മുതലേ കരയാനാ എൻ്റെ കുട്ടിക്ക് യോഗം. 3 വയസ്സുള്ളപ്പോൾ മരിച്ചു അവളുടെ അമ്മ, എൻ്റെ മോള് സാവിത്രി. പാവം, സങ്കടേ അവൾക്കും ഉണ്ടായിട്ടുള്ളൂ ജീവിതത്തിൽ. സംഗീതം പഠിക്കാൻ വന്ന ശിഷ്യൻ ഗുരുവിൻ്റെ മകൾക്ക് ഗുരുദക്ഷിണയായി ഒരു ഉണ്ണിയെ സമ്മാനിച്ചിട്ട് പോയി. പിന്നെയൊട്ട് വന്നിട്ടില്ല, അന്വേഷിച്ചിട്ട് പോയുമില്ല ആരും. ഓർക്കുമ്പോ ആധിയാ നെഞ്ചിൽ. എത്ര നാള്, ഇനി എത്ര നാള് ഈ വയസ്സന്? ഞാനില്ലാണ്ടായാൽ എൻ്റെ കുട്ടി ഒന്ന് ബോധം കെട്ട് ഉറങ്ങാൻ പോലും ധൈര്യമില്ല. എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് കരയുന്നുണ്ട്. ഗൗരീ ശിരോജമലിതാ ഗിരിമല്ലിമാല അപ്പൂപ്പ, അപ്പൂപ്പ, എന്താ ചെയ്യ? നാട്ടിലേക്ക് കൊണ്ടുപോവാച്ച ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ല അയാൾക്കവിടെ. ബന്ധുക്കൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളെ ഉള്ളു വേണ്ടതൊക്കെ ചെയ്യാൻ. என்ன வேணும்னு அந்த பொண்ணுகிட்ட கேட்டுடலாம். இங்கே கிரிமேஷன் பண்றதா இருந்தா அதுக்கு வேണ്ട എല്ലാ ഏർപ്പാടും ഞാനേ പണി കൊടുത്തുറേ. അല്ല, നാട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലെങ്കിൽ ആ കുട്ടിയോട് പറയാം, നമുക്ക് ഇവിടെ തന്നെ ആകാം. എന്താ മുത്തച്ഛ? யாரு கொல்லி போட போறா? அது யாரு கொல்லி போடுறது? மஹி. വിധി ഒക്കെ വിധിയാണെന്ന് കരുതുക. ഇവിടെ വെച്ചിങ്ങനെ കാണാനും മോളെ ഞങ്ങളെ ഏൽപ്പിച്ചു പോവാനും അതാവും ദൈവനിശ്ചയം. മോളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞങ്ങൾ ആരും പോണില്ല. മോൾക്ക് ഞങ്ങളുടെ കൂടെ പോരാ നാട്ടിലേക്ക്. ആരും ഇല്ലാന്ന് വിചാരിക്കണ്ട നീ. ഞങ്ങളെ അന്യരായിട്ട് കാണുകയും വേണ്ട. മുത്തശ്ശനും മുത്തശ്ശിയും ഏട്ടന്റെ സ്ഥാനത്ത് ഞാനും എല്ലാവരും ഉണ്ടാവും മോക്കുന്ന മുതല്. ഇതെപ്പോഴാ വിലപ്പ തീരാ? ഊണ് കഴിക്കണ ഉത്സാഹം ഇതിൽ കാണിച്ചിരുന്നെങ്കിൽ നാളേരം ഉണങ്ങി കൊപ്രയാവേണ്ട സമയമായി. മോളെ, ആ അച്ഛനെ ഇന്നലെ എത്തുന്ന ഞാൻ കരുതിയത്. അന്ന് പോയപ്പോ പറയണ്ടായല്ലോ ശനിയാഴ്ച വരുമെന്ന്.
ഇരുട്ടിട്ടും കാണാണ്ടായപ്പോ കൊച്ചുട്ടിനെ വീട്ടിലേക്ക് അയച്ച് നോക്കിപ്പിച്ചു. കോയമ്പത്തൂർന്ന് പോരുമ്പോഴേ വൈകി. പിന്നെ പാതിരാത്രിക്ക് വന്ന് നിന്നെ വിളിച്ചുണർത്തണ്ടെന്ന് കരുതി വീട്ടിൽ തന്നെ ചെന്ന് കിടന്നു. അപ്പടി മാറാലും പൊടിയും പിടിച്ച് കിടക്കായിരിക്കും. 2 ദിവസമായി ജാനുവിനെയും കൂട്ടിച്ചെന്ന് അടിച്ച് വൃത്തിയാക്കണമെന്ന് വിചാരിക്കണു. ഇവിടുന്ന് മാറാൻ നേരം കിട്ടണ്ടേ? അവരൊക്കെ ഇന്ന് എത്തൂലേ? അങ്ങോട്ട് പോകുമ്പോ എന്റെ അടുത്ത് കയറിയിരുന്നു. ഫോൺ ചെയ്തപ്പോ പറഞ്ഞു ഉച്ചയ്ക്ക് മുമ്പ് എത്തുമായിരിക്കും. അച്ഛന് കാപ്പി എടുക്കട്ടെ? രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. മാവിരിപ്പുണ്ട്, പെട്ടെന്ന് ദോശ ഉണ്ടാക്കാം. സത്യവതിയുടെ പരീക്ഷ കഴിഞ്ഞു അച്ഛാ? ഇല്ല, എൻട്രൻസിന്റെ പഠിത്തമുണ്ട്. ശ്രീകാന്തോ? വെക്കേഷൻ ആയതുകൊണ്ട് കടയിൽ എന്റെ സഹായത്തിന് വരണുണ്ട്. ഇത്തവണ വരുമ്പോഴെങ്കിലും നിന്നെ കൊണ്ടുവരാൻ ചിറ്റ പറഞ്ഞു. കുറച്ചു ദിവസം അവിടെ വന്ന് നിന്നൂടെ നിനക്ക്? വിരോധം ഉണ്ടായിട്ടല്ല അച്ഛാ. ഇവിടെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും മഹിയേട്ടന്റെയും എന്ത് കാര്യത്തിന് ഞാൻ വേണം. പിന്നെ കൃഷിപ്പണിയുടെ തിരക്കും. ഒന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല അച്ഛൻ. അന്ന് കോയമ്പത്തൂർ ചെന്ന് പെട്ടതും രണ്ടാമതൊരു കല്യാണം കഴിച്ചതൊക്കെ അന്നത്തെ ഓരോ സാഹചര്യം. മരിക്കണവരെ അതിനെപ്പറ്റി ഒരു വാക്ക് ചോദിച്ചിട്ടില്ല നിന്റെ അമ്മ. നിന്റെ അമ്മ മാത്രല്ല, മുത്തശ്ശനും മുത്തശ്ശിയും ആരും. ഒക്കെ എന്റെ തെറ്റാ. ഇപ്പൊ നിന്നെ ഇവിടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അടുക്ക് വിട്ട് ഒരു വീടുള്ളത് പൂട്ടിയിട്ട് കുറച്ച് ദിവസം നിന്റെ അടുക്ക് നിൽക്കാൻ കൂടി പറ്റണില്ല അച്ഛന്. അതിലൊന്നും ആർക്കും ഒരു വിരോധമില്ലല്ലോ അച്ഛാ. എനിക്കിവിടെ സുഖല്ലേ? ഇനി അധികം നീട്ടിക്കൊണ്ടു പോണ്ടെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ കല്യാണം മഹി എന്തെങ്കിലും പറയണ്ടായോ? കർക്കിടകം കഴിയട്ടെന്ന് മുത്തശ്ശി ചോദിച്ചപ്പോ ഒരു ദിവസം പറയണേട്ടോ. ആദ്യം ഒക്കെ തീരുമാനിച്ചുറപ്പിച്ചപ്പോ നിന്റെ അമ്മ മരിച്ചു. പിന്നെ രണ്ടാമതൊന്ന് ആലോചിച്ച് വന്നപ്പോഴേക്കും മഹിയുടെ അമ്മയും. എന്തോ ഒരു ദുശകനം പോലെ. ഇനിയും അനർത്ഥമൊന്നും ഇല്ലാണ്ട് ആ ചടങ്ങൊന്ന് തീർന്നു കിട്ടാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി. ഇറങ്ങിക്കോളൂ. ഇതാ വീട്. സ്വന്തം വീടാണെന്ന് കരുതിക്കോളൂ അല്ലേ മയ്യേട്ടാ? അതെ, നീ ആ പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്ക്. ആ തമ്പുരി പൊട്ടാതെ നോക്കണം. എന്നിട്ട് വണ്ടി ഒന്ന് വൃത്തിയായിട്ട് കഴിക്കോ. ആ കേശുമാമ ഉണ്ടായിരുന്നു ഇവിടെ. ഇന്നലെ വന്നു, കണ്ടിട്ട് പോവാന്ന് കരുതി കാത്തു നിൽക്കുകയായിരുന്നു. കോയമ്പത്തൂര് വിശേഷമൊന്നും ഇല്ലല്ലോ. ഇല്ല, എങ്ങനെയായിരുന്നു യാത്രയൊക്കെ? കേമായി. തഞ്ചാവൂർ 2 ദിവസം ജാസ്തി തങ്ങണ്ടി വന്നേ ഉള്ളൂ. ഏതാ ഈ കുട്ടി? കുറച്ച് ഇരുന്നിട്ടൊക്കെ അല്ലേ പോളൂ. ഒക്കെ വിസ്തരിച്ച് പറയാൻ കേശവ. വാ. എന്താ വിലപ്പത്? നല്ലോണം വിളയുന്നതിന് മുമ്പ് ഇതൊക്കെ വെട്ടിയിട്ടൂലേ? ഞാൻ വന്നിട്ട് പോരായിരുന്നു തണ്ടാമ്പറമ്പിലെ കയറ്റം. ഇന്നലെ വരെ കാത്തു, പിന്നെ ബാമക്കുഞ്ഞ് തന്നെ വന്നു. എന്താ അടി, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ തനിച്ചുള്ള ഭരണം? ആ ആരാ മഹിട്ടത്? ഏത്? മുത്തശ്ശിയോടൊപ്പം ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി പോണ കണ്ടല്ലോ. ഓ അതോ, അതൊരു പെൺകുട്ടി. അത് മനസ്സിലായി. അതാരാന്നാ ചോദിച്ചത്? അത് വേണി. ഏത് വേണി? ത്രിവേണി. എടി വാണിമണി വരദായിനി, വാണിമണി വരദായിനി സ്വർഗനന്ദിനി. ആ വാണിയുടെ വകയിലെ അമ്മായിയുടെ മോളായിട്ട് വരും ഈ വേണി. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. ബാമേച്ചനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ഓ, ഞാനിപ്പോ നിന്റെ കാര്യം പറഞ്ഞ് കൈ എടുത്തോളൂ. ചെന്ന് മുത്തശ്ശിയോട് ചോദിക്ക്. ആ പോണ പോക്കിൽ ഒരു ദുൽവാലെ ജാഹങ്കാഹില്ല മഹേട്ടാ. എന്താ പ്രശ്നം? എടാ, പുണ്യപുരാണ കാലങ്ങളിൽ മുതല് പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറ. അത് ഞാനെങ്ങനെ ഓപ്പണായിട്ട് പറയണേ? അതല്ലടാ, കുശുമ്പ്. ആ മൂപ്പിലമ്മയ്ക്ക് നേരിയ തോതിലൊരു കുശുമ്പിളകിയോന്നൊരു സംശയം വേണിയെ കണ്ടപ്പോ. ഏതായാലും നമുക്കൊരു ഏരയാണ് വീണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് വെച്ചൊന്ന് മൂപ്പിക്കാം. അത് ഞാൻ ഏറ്റു.